ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2020 ദി ഡയാന അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അപ്പോൾ 2020 ദി ഡയാന അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം. ഉത്തരം ഫ്രേയ തക്രാലിനാണ് 2020 ദി ഡയാന അവാർഡ് ലഭിച്ചിരുന്നത്. അപ്പോൾ ബ്രിട്ടന്റെ രാജ്ഞിയെ ഡയാന രാജ്ഞിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ബർത്ത് ആനിവേഴ്സറി ജൂലൈ 1 ആണ്. അപ്പോൾ അതിന്റെ ഓർമ്മയ്ക്കാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫ്രേയ തക്രേൽ ന്യൂഡൽഹിയിലെ ബ്രിട്ടീഷ് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഈ ചെറുപ്പത്തിൽ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഈ ഫ്രേയ തക്രേൽ ഡെവലപ്പ് ചെയ്തിരുന്നു. ഏകദേശം 5 ലക്ഷം റാക്ക് പിക്കേഴ്സ്, അതായത് ഈ തെരുവിൽ നിന്ന് ഈ വേസ്റ്റും മറ്റും എടുക്കുന്ന അവരുമായിട്ടുള്ള ഒരു 5 ലക്ഷം പേരുമായിട്ട് ഈ ഫ്രേയ തക്രേലിന് ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. അവരുടെ വികസനത്തിന് വേണ്ടിയാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഫ്രേയ തക്രേൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആ ഒരു യങ്സ്റ്റേഴ്സിന്റെ ആ ഒരു എനർജറ്റിക്കിന് വേണ്ടിയിട്ടാണ് ഈ അവാർഡ് കൊടുത്തിരുന്നത്. ഏകദേശം UK-ലും മറ്റ് ലോകരാജ്യങ്ങളിലുമായിട്ടുള്ള എല്ലാം പരിഗണിച്ചിട്ടാണ് ഇത് അവാർഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫ്രേയ തക്രേലിനാണ് 13 വയസ്സുള്ള ഫ്രേയ തക്രേലിനാണ് 2020 ഡയാന അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഈ സോഷ്യൽ വർക്കിന്റെ പേരിലുള്ള ഈ അവാർഡ് ആരംഭിച്ചിരിക്കുന്നത് 1999-ലാണ്. 1999 മുതലാണ് ഡയാന അവാർഡ് നൽകുവാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ആരാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത്? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് എഡ്വേർഡ് ഫിലിപ്പാണ്. ഫ്രഞ്ച് പ്രധാനമന്ത്രിയായിരുന്നു, ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞു, ഇപ്പോൾ റിസൈൻ ചെയ്തു. ഇനി അപ്പോൾ ഫ്രാൻസിനെ പറ്റി അറിയാം. ഫ്രാൻസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാരീസ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. അടുത്ത ചോദ്യം ഇതാണ്: NHAI ഇവിടെ ചെയർമാനായി കാലാവധി നീട്ടി. അപ്പോൾ NHAI എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ചെയർമാൻ ഇപ്പോൾ കാലാവധി നീട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരാണ് ആ ചെയർമാൻ എന്ന് കൂടിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ NHAI എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാന്റെ സ്ഥാനം ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരാണ് ആ ചെയർമാൻ എന്നുള്ളതാണ് സുഖ്ബീർ സിംഗ് സന്ധു ആണ് NHAIയുടെ ചെയർമാനായിട്ട് വീണ്ടും കാലാവധി നീട്ടിയിരിക്കുന്നത്. 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരാണ് NHAIയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ സുഖ്ബീർ സിംഗ് സന്ധു ആണ്. അടുത്ത ചോദ്യം: സർക്കാരിന്റെ എല്ലാ ആരോഗ്യ പദ്ധതികളും ഒരുമിച്ച് കൊണ്ടുള്ള പുതിയ പദ്ധതി. അപ്പോൾ നമുക്കറിയാം സർക്കാരിന് വിവിധ ആരോഗ്യ പദ്ധതികളുണ്ട്. കാരുണ്യ എന്നുള്ള പല ആരോഗ്യ പദ്ധതികളുണ്ട്. ഈ കാരുണ്യൊക്കെ റിലയൻസിന്റെ ഇൻഷുറൻസ് കമ്പനിയുടെ കീഴിലാണ്. എന്നാൽ ഇതെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട്. കാരുണ്യാസ് ആരോഗ്യ സുരക്ഷ, അല്ലെങ്കിൽ കാസ്പ് എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. കാസ്പ്, KASP. അപ്പൊ എന്താണ് KASP? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് എല്ലാ ആരോഗ്യ പദ്ധതികളെല്ലാം കൊണ്ട് ഒരുമിച്ച് ഒറ്റ പദ്ധതിയായിട്ടാണ് ഇത്. സർക്കാരിന്റെ പൂർണ്ണ മേൽനോട്ടത്തിലാണ് ഇത് ഇനിയിപ്പോൾ പോകുന്നത്. അപ്പോൾ ആ പദ്ധതിയുടെ പേരാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതി. അപ്പോൾ KSFEയുടെ ഒരു പുതിയ പദ്ധതി കേരള ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുവാൻ വേണ്ടി, സൗജന്യമല്ല. അപ്പോൾ അതിന്റെ പദ്ധതിയുടെ പേരാണ് വിദ്യാശ്രീ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വിദ്യാശ്രീ പദ്ധതിയാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതി. ഇതിൽ 1500 രൂപ നിക്ഷേപിക്കുമ്പോൾ 15000 രൂപയുടെ ലാപ്ടോപ്പ് ആണ് ഇതിനകത്ത് നൽകുന്നത്. ഏകദേശം 2 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ഈ ലാപ്ടോപ്പ് നൽകുവാൻ വേണ്ടി KSFE ആലോചിക്കുന്നത്. അപ്പോൾ ഇതിന് കേരള ഗവൺമെന്റ് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അപ്പം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതിയാണ് വിദ്യാശ്രീ എന്ന് പറയുന്നത്. അടുത്തത്: മൊബൈൽ മാസ്റ്റർ ജി ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് ആരാണ്? അപ്പോൾ ആരാണ് മൊബൈൽ മാസ്റ്റർ ജി ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത്? മൊബൈൽ മാസ്റ്റർ ജി എന്ന് പറയുന്ന ഒരു വിർച്വൽ ക്ലാസ് റൂം സിസ്റ്റമാണ്. ഈ COVID-19 കാലത്ത് കുട്ടികൾക്കും സ്റ്റുഡൻസിനും അതുപോലെ ടീച്ചേഴ്സിനും വേണ്ടി ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. മൊബൈൽ മാസ്റ്റർ ജി എന്നാണ് പറയുന്നത്. IIT കാൺപൂർ ആണ്. IIT കാൺപൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂർ ആണ് ഈ മൊബൈൽ മാസ്റ്റർ ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം: ഐക്യരാഷ്ട്ര
സംഘടനയിലെ ഇന്ത്യയുടെ പെർമനന്റ് മിഷനിൽ കൗൺസിലറായി ചുമതലയേറ്റ മലയാളി. അപ്പോൾ ഒരു മലയാളി ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ പെർമനന്റ് മിഷനിൽ ഒരു കൗൺസിലറായിട്ട് ചുമതലയേറ്റിട്ടുണ്ട്. അദ്ദേഹമാണ് ആർ മധുസൂദനൻ. പാലക്കാടുകാരനാണ് ഇദ്ദേഹം. 2007 IFS ബാച്ചുകാരനാണ്. അപ്പോൾ പാലക്കാടുകാരനായ 2007 IFS ബാച്ചുകാരനായ ആർ മധുസൂദനാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പെർമനന്റ് മിഷനിൽ അംഗമായിരിക്കുന്ന മലയാളി. കൗൺസിലറായി ചുമതലയേറ്റ മലയാളി എന്ന് പറയുന്നത് ആർ മധുസൂദനൻ. അടുത്ത ചോദ്യം ഇതാണ്: പ്രവാസികളുടെ പുനരധിവാസത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പോൾ COVID-19 ഈ പശ്ചാത്തലത്തിൽ പ്രവാസികളായി മടങ്ങി വരുന്നവരെ അവരുടെ പുനരധിവാസത്തിനായിട്ട് കേരള സർക്കാർ ഒരു പുതിയ പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഡ്രീം കേരള എന്നാണ് അറിയപ്പെടുന്നത്. ഡ്രീം കേരള പ്രോജക്റ്റ് എന്നാണ് ഇവരുടെ പുനരധിവാസത്തിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്ന പദ്ധതി. അടുത്ത ചോദ്യം ഇതാണ്: 2036 വരെ റഷ്യയിൽ ഭരണം നടത്താൻ അനുമതി ലഭിച്ചത് ആർക്ക്? അപ്പോൾ വ്ളാഡിമിർ പുടിനാണ് റഷ്യയിൽ 2036 വരെ ഭരണം നടത്തുവാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ അപ്പോൾ അംഗീകാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റഷ്യയിലെ ചക്രവർത്തി എന്നാണ് ഇദ്ദേഹം ഇനി അറിയപ്പെടാൻ പോകുന്നത്. 2036 വരെ അദ്ദേഹം ഭരണത്തിൽ തുടരുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: പാകിസ്ഥാൻ സൈന്യത്തിൽ ലഫ്റ്റനന്റ് ജനറലായ ആദ്യ വനിത. അപ്പോൾ ആരാണ് പാകിസ്ഥാന്റെ സൈന്യത്തിൽ ലഫ്റ്റനന്റ് ജനറൽ ആയിട്ടുള്ള ആദ്യത്തെ വനിത എന്ന്? നിഗർ ജോഹറാണ്. നിഗർ ജോഹറാണ് ആദ്യ വനിത. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: കോമൺവെൽത്ത് ചെറുകഥാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ നിങ്ങൾ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം ആദ്യം ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കുകയാണ്. ആദ്യം പോസ്റ്റ് ചെയ്യുന്നവർ വിജയിക്കുകയാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു: വിസ്ഡന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യം കൂടിയ പ്ലെയർ ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. രവീന്ദ്ര ജഡേജയാണ് ഉത്തരം. അപ്പോൾ രവീന്ദ്ര ജഡേജ എന്ന ശരിയുത്തരം പോസ്റ്റ് ചെയ്ത ആദ്യത്തെ വ്യക്തിക്കാണ് 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് അടുത്ത മോക്ക് ടെസ്റ്റ് ആരംഭിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിലെ ക്ലാസ്സുകളാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും തന്നെ ഈ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.